അക്ഷയ കേന്ദ്രം കൊട്ടിയം. അക്ഷയ കേന്ദ്രത്തിൽ കൊല്ലം ഭാഗത്തു നിന്നും വയനാട് ഭാഗത്തു നിന്നും വരുന്നവർക്ക് ഹോളി ക്രോസ് റോഡ് വഴി ടൂറിസ്റ്റ് ഹോമിൽ നിന്നും ഗ്രൗണ്ടിൽ വണ്ടികൾ പാർക്ക് ചെയ്യാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ക്രമപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വിപുലമായ രീതിയിലുള്ള അക്ഷയ കേന്ദ്രമാണ് കൊട്ടിയത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. മുഴുവൻ ഉപഭോക്താക്കൾക്കും കൃത്യമായി തന്നെ വണ്ടി പാർക്ക് ചെയ്യുന്നതിനും ആവശ്യമായ എല്ലാ സൗകര്യവും കൊട്ടിയം അക്ഷയ സെൻറ്റർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മെച്ചപ്പെട്ട സൗകര്യം കൊടുക്കുമ്പോൾ നമുക്ക് ആധാർ സേവനം നടത്തുന്ന ടേബിളിൽ ആ ആധാർ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റാഫുണ്ട്, അവരുമായി സംസാരിക്കാം. നമസ്കാരം, ഇത് പർപ്പിൾ മീഡിയയാണ്. ആധാറിൻ്റെ എന്ത് തരം സേവനങ്ങളാണ് ഇവിടെ വളരെ ഉത്തരവാദിത്വത്തോടും വളരെ സ്പീഡിലും നടത്തപ്പെടുന്നത്? ആധാറിൻ്റെ ബയോമെട്രിക് അപ്ഡേഷൻ ഉണ്ട്, മൊബൈൽ ആഡ് ചെയ്യുന്നതുണ്ട്, അഡ്രസ്സ് കറക്ഷൻ ചെയ്യുന്നുണ്ട്, പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാ കറക്ഷനും ചെയ്യുന്നുണ്ട്. ഓക്കെ, വളരെ പെട്ടെന്ന് തന്നെ വരുന്ന ഉപഭോക്താക്കൾക്ക് 1-2 ദിവസത്തിനുള്ളിൽ അവർക്കെല്ലാം ആധാർ അപ്ഡേറ്റ് ആയി കിട്ടുന്നുണ്ട്. മൊബൈൽ നമ്പർ ഏതാണ്ട് 1 മണിക്കൂറിനകം റെഡിയായി കിട്ടും. എങ്ങനെയാണ് ഇതിൻ്റെ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ? വളരെ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ എല്ലാം നടത്തി തരുന്നു. സ്റ്റാഫുകളുടെ സമീപനം എങ്ങനെയാണ് ഇവിടുത്തെ? നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും ഇതിൻ്റെ ഉടമ നമ്മളോട് ഇതിൻ്റെ സേവന സന്നദ്ധരായ പ്രവർത്തകരെക്കുറിച്ചും എന്ത് തരത്തിലുള്ള സേവനങ്ങളാണ് ഇവിടെ ലഭിക്കുന്നു എന്നും നമ്മളോട് സംസാരിക്കും. സാർ, ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും എല്ലാവിധമായ സേവനങ്ങളും ഈ അക്ഷയ സെൻറ്ററിൽ ലഭിക്കുമോ? UPSC പുതിയ സെൻറ്ററിലോട്ട് മാറിയതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും താഴെ സൗകര്യം കൊടുക്കാനുള്ളത്. നമ്മൾ പ്രായമുള്ള എല്ലാവർക്കും വേണ്ടി ഒരു സേവനം എല്ലാവർക്കും എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ താഴെ സെൻറ്ററിലോട്ട് മാറിയത്. അപ്പോൾ ഈ ഉപഭോക്താക്കൾ വളരെ ചില സമയങ്ങളിൽ നെറ്റ് പ്രോബ്ലം, കറണ്ട് ഇല്ല എന്ന് പ്രോബ്ലം വരുമ്പോൾ ഇരിക്കുന്ന ഉപഭോക്താക്കൾക്ക് അവർക്ക് ആവശ്യമായ ശുദ്ധജലം കിട്ടുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ? ഒരു ഫ്ലോറിലാണ് ഒരുക്കിയിരിക്കുന്നത്, 2 ഫ്ലോറുണ്ടോ? ഓക്കെ. രാവിലെ എത്ര മണിക്കാണ് തുറക്കുന്നത്? ഓക്കെ 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 താങ്ക് യു. ഓക്കെ, താങ്ക് യു. പാസ്പോർട്ട് സേവാ കേന്ദ്രം അടക്കം വളരെ സൗകര്യപ്രദമായി ജനങ്ങൾക്ക് എത്തുന്നതിനും ജനങ്ങൾക്ക് തിക്കും തിരക്കുമില്ലാതെ സേവനം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പുതിയ അക്ഷയ കേന്ദ്രത്തിൽ അവർ സജ്ജമാക്കിയിട്ടുണ്ട്. പർപ്പിൾ മീഡിയയ്ക്ക് വേണ്ടി ബൈജു പ്ലാക്കാട്, കൊട്ടിയം. പ്രിയമുള്ളവരെ, നമസ്കാരം. പർപ്പിൾ മീഡിയ എന്നുള്ള കൊട്ടിയം ജംഗ്ഷനിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അക്ഷയ കേന്ദ്രം വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് വേണ്ടി കൊട്ടിയം ജംഗ്ഷന് കിഴക്ക് വശം വനിതാ ടെക്സ്റ്റൈൽസിന് സമീപവും റിലയൻസ് മാളിന് സമീപവും പ്രവർത്തനം ആരംഭിച്ചു. ഉപഭോക്താക്കൾക്ക് മികച്ച രീതിയിലുള്ള സേവനം കൊടുക്കുന്നതിനും അതുപോലെ തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ വേണ്ടി ആവശ്യമായ റാമ്പ് ഒരുക്കിക്കൊണ്ടാണ് പ്രവർത്തനം നടക്കുന്നത്. ഈ റാമ്പിലൂടെ അവശതയായിട്ടുള്ളവർക്കും എല്ലാം കൃത്യമായി തന്നെ അക്ഷയ കേന്ദ്രത്തിൽ എത്താൻ കഴിയും. വളരെ മെച്ചപ്പെട്ട സേവനം നടത്തുന്നതിനും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിനും ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട സേവനം കൊടുക്കുന്നതിനും വേണ്ടിയാണ് അക്ഷയ സെൻറ്റർ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യമൊരുക്കിക്കൊണ്ട് റിലയൻസ് മാളിന് കിഴക്ക് വശം അക്ഷയ സെൻറ്റർ ആരംഭിച്ചിരിക്കുന്നു. അക്ഷയ സെൻറ്റർ അതിരാവിലെ തന്നെ തിരക്കും അതോടൊപ്പം തന്നെ ചിട്ടയായ പ്രവർത്തനവും ഇവിടുത്തെ സ്റ്റാഫുകൾ ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട സേവനം കൊടുക്കുകയാണ്. കൊട്ടിയം ജംഗ്ഷനിലെ മികച്ച അക്ഷയ കേന്ദ്രമാണ് നമ്മളെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഉപഭോക്താക്കൾക്കും മെച്ചപ്പെട്ട സേവനം കൊടുക്കുവാൻ സേവന സന്നദ്ധരായ
ഒരു വിഭാഗം സന്നദ്ധരായിട്ടുള്ള ഓഫീസ് പ്രവർത്തനം നടത്തുന്ന യുവതികൾ സദാസമയവും ജാഗരൂകരായി ഇരിക്കുന്ന ഒരു കേന്ദ്രമാണ് കൊട്ടിയം പ്രദേശത്തെ അക്ഷയ സെൻറ്റർ. ആൾക്കാരുടെ ആധാർ പുതുക്കുന്നതിനും ആധാറിൻ്റെ അപ്ഡേഷൻ നടത്തുന്നതിനും പാസ്പോർട്ട്